പെട്ടെന്നൊരു ദിവസം മകനെയോ മകളെയോ ഒക്കെ അറസ്റ്റ് ചെയ്തെന്ന് പേരിലൊരു കോൾ വരും. കേസ് ഒതുക്കാൻ പണം ആവശ്യപ്പെട്ടുള്ള ഫോൺ വിളിയായിരിക്കും വരിക. ഡിജിറ്റൽ തട്ടിപ്പുകാരുടെ പുതിയ രീതികൾ ആ വഴിക്കാണ്. AI സാങ്കേതികവിദ്യ കൂടി ഉപയോഗിച്ച് തട്ടിപ്പ് നടത്താൻ ഇവർക്ക് അത്യാവശ്യം വിവരമുണ്ട് താനും. मैं ड्रग एनफोर्समेंट से हूँ. आपके बेटे के पार्सल में ड्रग्स मिली. आपका बेटा ड्रग डीलर है. बस ये डर गए. इनको मैंने कर लिया डिजिटल अरेस्ट. अब इनसे मोटा पैसा लूंगा. ഡിജിറ്റൽ അറസ്റ്റിനെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഒരു പരസ്യചിത്രമാണ് ഈ കാണുന്നത്. ഡിജിറ്റൽ അറസ്റ്റ് എന്ന തട്ടിപ്പ് നടത്തുന്ന സംഘം അതിന് AI സാങ്കേതികവിദ്യയുടെ സഹായം കൂടി പലപ്പോഴും തേടാറുണ്ട്. അത്തരം അനുഭവമുള്ള ചില മലയാളികളെ മുംബൈയിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയും. നവി മുംബൈയിലെ വാഷിയിൽ താമസിക്കുന്ന ഉഷ നായർക്ക് പെട്ടെന്നൊരു ദിനം വാട്സപ്പിൽ ഫോൺ വരുന്നു. പോലീസുകാരൻ്റെ പ്രൊഫൈൽ പിക്ചറുള്ള നമ്പറിൽ നിന്നാണ് കോൾ. ഞാൻ ബാങ്കിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ കോൾ വന്നപ്പോൾ ഞാൻ എടുത്തു. മീൻസ് പോലീസിൻ്റെ ഇത് കാണുമ്പോൾ നമുക്ക് പല ഇത് നമുക്ക് വാട്സപ്പ് കോളായിരുന്നു. അപ്പം ഞാൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഇന്ന പോലെ നിങ്ങളുടെ മോനെ അറസ്റ്റ് ചെയ്തിരിക്കുക, നിങ്ങൾ ഇന്ന സ്ഥലത്ത് വരാൻ പറഞ്ഞു. പേരും മേൽവിലാസവും അറിഞ്ഞു വെച്ച് കോൾ ചെയ്ത തട്ടിപ്പുകാർ പക്ഷേ പ്രധാനപ്പെട്ട ഒരു വിവരം അറിയാതെ പോയി. പക്ഷേ എൻ്റെ മോൻ 11/4/2013 മരിച്ചിരിക്കുക. 1 വർഷം മുമ്പ് മകൻ മരിച്ചതാണ്. അറിയാതെയാണ് മകനെ കുറിച്ച് ഒരു കുറ്റത്തിൽ പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, FIR എഴുതിയിട്ട് നിങ്ങൾ ബാഷി പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ഞാൻ അവിടുന്ന് ഫാമിലിയായിട്ട് പോലീസുമായിട്ട് ആക്സിഡൻറ്റ് സ്ഥലത്ത് വന്നോളാം എന്ന് പറഞ്ഞു. ഇല്ല ഇപ്പം തന്നെ പറഞ്ഞാൽ മതി, FIR എഴുതി കഴിഞ്ഞിട്ട് ഞങ്ങൾ FIR എഴുതുന്നില്ല മാഡം, പറഞ്ഞാൽ മതി നിങ്ങൾ എത്ര മീൻസ് ഇത് നിങ്ങൾ പറയാം എമൗണ്ട് എത്രയാണ് തരേണ്ടതെന്നുള്ളത്, അത് ഞാൻ തരാം. പക്ഷേ ഞാൻ തരുന്നതിന് മുമ്പ് എനിക്ക് FIR എഴുതിയിട്ട് കോപ്പി വാശി പോലീസ് സ്റ്റേഷനിൽ അയക്കണമെന്ന് പറഞ്ഞു. തട്ടിപ്പ് പരിപാടി വിലപ്പോകില്ലെന്ന് കണ്ടതോടെ ഫോൺ വിളിച്ചവർ പതിയെ പിൻവാങ്ങി. നവി മുംബൈയിലെ ഉഷയെ പോലെ സമാന അനുഭവം നേരിട്ട മറ്റു പലരെയും നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. വാശിയിലെ ആയുർവേദ കട നടത്തുന്ന സുധീഷിനും അത്തരമൊരു അനുഭവം പറയാനുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ മോന് വീട്ടിലുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് കട തുറന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കോൾ വരുന്നത്. അന്തേരിയിൽ ബ്രൗൺ ഷുഗറിൻ്റെ ഇതിൽ മോനെ പിടിച്ചിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇനി എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം, ഒന്നില്ലെങ്കിൽ ഇങ്ങോട്ട് വരിക, ഇല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന ആളെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പ് കോളാണ് വന്നത്. ആ വാട്സപ്പിൽ പുള്ളിയുടെ ഈ പോലീസ് ഓഫീസറുടെ ഫോട്ടോ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഇവർ ഈ ഇത് ചെയ്യുന്നുണ്ട്, വയർലെസ്സിൽ അതിൻ്റെ സൗണ്ടും വരുന്നുണ്ട് അതിൻ്റെ കൂടെ. പോലീസ് സ്റ്റേഷൻ എന്ന് തോന്നിപ്പിക്കുന്ന ശബ്ദങ്ങളൊക്കെ പശ്ചാത്തലത്തിൽ കേൾപ്പിച്ചാണ് തട്ടിപ്പുകാർ വിളിക്കുന്നത്. AI സാങ്കേതികവിദ്യ കൂടി ഉപയോഗപ്പെടുത്തി മക്കളുടെ കരച്ചിൽ വരെ കേൾപ്പിച്ച സംഭവങ്ങളുമുണ്ട്. ഡോംബിവലിയിൽ പണം നഷ്ടപ്പെട്ട ഒരു മലയാളി കുടുംബം കടന്നുപോയ ദുരനുഭവം നേരത്തെ 24 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മഹാമാരി പോലെ പടർന്നു പിടിക്കുന്ന ഈ ഡിജിറ്റൽ തട്ടിപ്പുകളെ തടയാൻ ബോധവൽക്കരണം തന്നെയാണ് പ്രധാന വഴി. അത്തരം ശ്രമമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഇപ്പോൾ നടത്തുന്നതും. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.